നമസ്കാരം. നിലവര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പശ്ചാത്തല മേഖലയിലെ വികസനത്തിൽ കേരളം ചരിത്രപരമായ മുന്നേറ്റമാണ് കൈവരിച്ചതെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. തൃത്താല മണ്ഡലത്തിൽ ആധുനിക രീതിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച കാലടി ആനക്കര റോഡ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പുതിയ തൃത്താലയെ സൃഷ്ടിക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളോടൊപ്പം പൊതുമരാമത്ത് ടൂറിസം വകുപ്പുകളുടെ എല്ലാ പിന്തുണയും അറിയിക്കുകയാണ്. പശ്ചാത്തല സൗകര്യ വികസന മേഖലയിൽ ചരിത്രപരമായ മുന്നേറ്റമാണ് കേരളം കൈവരിച്ചുകൊണ്ടിരിക്കുന്നത്. നാടിൻ്റെ വികസനത്തിന് പശ്ചാത്തല മേഖലയുടെ വികസനം അനിവാര്യമാണ്. നല്ല റോഡും പാലവും നാട്ടിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ആ മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് പൊതുമരാമത്ത് വകുപ്പ്. കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ മാത്രം 8000 കിലോമീറ്ററിലധികം പൊതുമരാമത്ത് റോഡുകൾ ആധുനിക നിലവാരത്തിൽ നവീകരിക്കാൻ നമുക്ക് സാധിച്ചു. 13,000 കോടിയിലധികം രൂപ റോഡ് നവീകരണത്തിന് വേണ്ടി ഇതുവരെ ചെലവഴിച്ചു. ഇവിടെ ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ പദ്ധതികളാണ് LDF സർക്കാർ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയ ഉദാഹരണമാണ് ദേശീയപാത. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 6 വരി ദേശീയപാത നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണ്. 444 കിലോമീറ്റർ ഇതുവരെ പൂർത്തിയായി. മലയോര ഹൈവേ പദ്ധതിയുടെ ഭാഗമായി മലയോര മേഖലയിലാകെ വലിയ വികസന മുന്നേറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്ത് 8000 കിലോമീറ്റർ ദൂരം പൊതുമരാമത്ത് റോഡുകൾ ആധുനിക രീതിയിൽ നവീകരിക്കാൻ സർക്കാരിനായി 13,000 കോടി രൂപയാണ് അതിനുവേണ്ടി വിനിയോഗിച്ചതെന്നും മന്ത്രി പറഞ്ഞു. ഒരിക്കലും നടക്കില്ലെന്ന് പലരും കരുതിയ വികസനങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ സർക്കാരിന് കഴിഞ്ഞു. ദേശീയപാത വികസനം അതിനൊരു ഉദാഹരണം മാത്രമാണ്. തീരദേശ ഹൈവേ കൂടി പൂർണ്ണമാകുന്നതോടെ കേരളത്തിന്റെ വാണിജ്യ വിനോദസഞ്ചാര മേഖലയിൽ വലിയ കുതിച്ചുചാട്ടമുണ്ടാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പുതിയ തൃത്താലയെ സൃഷ്ടിക്കുന്നതിനായി നൂതന പദ്ധതികളാണ് മണ്ഡലത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി MP രാജേഷ് അഭിപ്രായപ്പെട്ടു. 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുന്ന 2 പെൺകുട്ടികളാണ്. വളരെ തന്റേടത്തോടെയും ധൈര്യത്തോടെയും അവർ തങ്ങളുടെ ജനപ്രതിനിധിയുടെ മുന്നിൽ എന്നോട് ആ റോഡിന്റെ ശോചനീയാവസ്ഥയെ കുറിച്ച് പറഞ്ഞു. അത് നന്നാക്കാൻ നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടു. ആ നിവേദനം പരിഗണിച്ചാണ്, 2 സ്കൂൾ കുട്ടികളുടെ നിവേദനം പരിഗണിച്ചാണ് ഈ റോഡിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിച്ചത്. ഇതിന് ഭരണാനുമതി കിട്ടുന്നത് 2023-24 സാമ്പത്തിക വർഷത്തിൽ പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തി 17/10/2023 ഭരണാനുമതി. 1 മാസം കഴിഞ്ഞപ്പോഴേക്കും 28/11/2023 17/10 ഭരണാനുമതി, 28/11/2023 സാങ്കേതികാനുമതി കിട്ടി. 255 റോഡുകൾക്കായി 330 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് തൃത്താല മണ്ഡലത്തിൽ നടക്കുന്നത്. നാടിന്റെ വികസനത്തിനാവശ്യമായ എല്ലാ പദ്ധതികളും നടപ്പാക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സംസ്ഥാന സർക്കാരിൽ നിന്നും അനുവദിച്ച 2 കോടി രൂപ വിനിയോഗിച്ചാണ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചത്. 3.600 കിലോമീറ്റർ മുതൽ 4.860 കിലോമീറ്റർ വരെയാണ് BM&BC നിലവാരത്തിലേക്ക് ഉയർത്തിയത്. ചേകന്നൂർ മുതൽ ആനക്കര വരെ 1.260 കിലോമീറ്റർ ദൂരം 5.5 മീറ്റർ വീതിയിലാണ് നവീകരിച്ചിട്ടുള്ളത്. റോഡിൽ ആവശ്യമായ ഇടങ്ങളിൽ റീറ്റെയിനിംഗ് വാൾ, ഡ്രെയിനേജ് എന്നിവ നിർമ്മിച്ചിട്ടുണ്ട്. റോഡിന്റെ ഇരുവശങ്ങളിലും സൈഡ് കോൺക്രീറ്റ് പ്രവൃത്തിയും നൽകി. റോഡ് സുരക്ഷയോടനുബന്ധിച്ചുള്ള വിവിധ ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട്. സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ PK മിനി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ഷാനുബ ടീച്ചർ, ആനക്കര പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ PK ബാലചന്ദ്രൻ, PC രാജു, പഞ്ചായത്ത് അംഗം P സാലിഹ്, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MP കൃഷ്ണപ്രസാദ്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. പട്ടാമ്പിയിൽ കഞ്ചാവുമായി യുവാവ് പോലീസ് പിടിയിൽ. ഒഡീഷ സ്വദേശിയെയാണ് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പിടികൂടിയത്. 7.5 കിലോ കഞ്ചാവും ഇയാളിൽ നിന്നും കണ്ടെടുത്തു. പട്ടാമ്പിയിൽ വൻ കഞ്ചാവ് വേട്ട. പട്ടാമ്പി റെയിൽവേ സ്റ്റേഷന് സമീപം ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും പോലീസും നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് ശേഖരം പിടികൂടിയത്. 7.870 കിലോഗ്രാം കഞ്ചാവുമായാണ് യുവാവ് പിടിയിലായത്. ഒഡീഷ സ്വദേശി അഭിനാസ് ബല്യാർ സിംഗ് ആണ് പിടിയിലായത്. ഇയാൾക്ക് 39 വയസ്സാണ്. ഇയാളുടെ കൈവശമുണ്ടായിരുന്ന ബാഗിൽ നിന്നുമാണ് കഞ്ചാവ് കണ്ടെത്തിയത്. പാലക്കാട് ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡിന്റെ നേതൃത്വത്തിലുള്ള സംഘവും പട്ടാമ്പി പോലീസും ചേർന്ന് സംയുക്തമായി നടത്തിയ പെട്രോളിംഗിനിടെയാണ് കഞ്ചാവുമായി ഇയാളെ പിടികൂടിയത്. ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ പരിശോധന നടത്തി വരികയാണെന്ന് പട്ടാമ്പി CI അൻഷാദ് പറഞ്ഞു. ചാലിശ്ശേരിയിൽ കാൽനട യാത്രികനെ തട്ടി നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ് 4 പേർക്ക് പരിക്ക്. ചാലിശ്ശേരി ചങ്ങരംകുളം റോഡിൽ ഗവൺമെന്റ് CHC റോഡിന് സമീപത്തായി വൈകിട്ട് 6 മണിയോടെയായിരുന്നു അപകടം. ചങ്ങരംകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്ക്
കാൽനട യാത്രക്കാരന്റെ ദേഹത്ത് തട്ടിയതോടെ നിയന്ത്രണം നഷ്ടമായി മറിയുകയായിരുന്നു. ബൈക്ക് യാത്രക്കാരായ യുവാവിനും യുവതിക്കും കൂടെ സഞ്ചരിക്കുകയായിരുന്ന 2 കുട്ടികൾക്കുമാണ് അപകടത്തിൽ പരിക്കേറ്റത്. പരിക്കേറ്റ 4 പേരെയും KPSTA ആംബുലൻസ് ഡ്രൈവർ അസ്കർ അലിയുടെ നേതൃത്വത്തിൽ ആശുപത്രിയിലേക്ക് മാറ്റി. പട്ടാമ്പി ടൗണിലെ റോഡ് നവീകരണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. മേലെ പട്ടാമ്പി അലക്സ് തിയേറ്റർ മുതൽ സിഗ്നൽ ജംഗ്ഷൻ വരെയുള്ള പ്രവൃത്തികളാണ് ഇപ്പോൾ നടക്കുന്നത്. അഴുക്കുചാലുകളുടെ പ്രവൃത്തികളും നടക്കുന്നുണ്ട്. പട്ടാമ്പി നിലാശുപത്രി മുതൽ ഷൊർണൂർ IPT GPT കോളേജ് വരെയുള്ള റോഡിന്റെ നവീകരണ പ്രവൃത്തികളാണ് ഇപ്പോൾ പട്ടാമ്പി ടൗണിൽ പുരോഗമിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയാണ് മേലെ പട്ടാമ്പി ചെറുപ്പശ്ശേരി റോഡ് ജംഗ്ഷൻ മുതൽ അലക്സ് തിയേറ്റർ വരെയുള്ള പാതയുടെ റബ്ബറൈസിംഗ് പ്രവൃത്തികൾ നടപ്പാക്കിയത്. ഇതിനെ തുടർന്നുള്ള പ്രവൃത്തികളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി അലക്സ് തിയേറ്റർ മുതൽ മേലെ പട്ടാമ്പി സിഗ്നൽ ലൈറ്റ് വരെയുള്ള നവീകരണ പ്രവൃത്തികളാണ് വീണ്ടും പുരോഗമിക്കുന്നത്. നിലവിലെ റോഡിന്റെ ഉപരിതലം പൊളിച്ചു മാറ്റിയുള്ള പ്രവർത്തികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. നേരത്തെ രാത്രികാലങ്ങളിലാണ് പ്രവൃത്തികൾ നടത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ പകൽ സമയങ്ങളിലും വാഹന ഗതാഗതത്തിന് തടസ്സം വരാതെയാണ് പ്രവൃത്തികൾ മുന്നോട്ട് പോകുന്നത്. ഇതോടൊപ്പം റബ്ബറൈസിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞ ഭാഗത്തെ അഴുക്കുചാലുകൾക്ക് മുകളിൽ സ്ലാബുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തികളും പുരോഗമിക്കുന്നുണ്ട്. അടുത്ത ആഴ്ച തന്നെ അലക്സ് തിയേറ്റർ മുതൽ മേലെ പട്ടാമ്പി വരെയുള്ള ഭാഗത്തെ റബ്ബറൈസിംഗും നടപ്പാക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. തുലാവർഷത്തിന് മുമ്പ് തന്നെ പട്ടാമ്പി നിലാശുപത്രി വരെയുള്ള പാതയുടെ റബ്ബറൈസിംഗ് ആണ് അധികൃതരുടെ ലക്ഷ്യം. മേഴത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെയും റോവർ ആൻഡ് റേഞ്ചർ യൂണിറ്റിന്റെയും ആഭിമുഖ്യത്തിൽ പെരിന്തൽമണ്ണ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയുമായി സഹകരിച്ച് സ്കൂളിൽ രക്തദാന ക്യാമ്പ് നടത്തി. ക്യാമ്പ് തൃത്താല ഗ്രാമപഞ്ചായത്ത് അംഗം പത്തിൽ അലി രക്തം ദാനം ചെയ്ത് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പാൾ PB ഷെൽജ അധ്യക്ഷത വഹിച്ചു. പെരിന്തൽമണ്ണ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ മുഹമ്മദ് അനസ് KV രക്തദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു. പ്രധാന അധ്യാപകൻ ഉണ്ണികൃഷ്ണൻ, NR രാജേഷ്, NSS പ്രോഗ്രാം ഓഫീസർ ബിജു കോട്ടിരി, റോവർ ലീഡർ രഞ്ജിത് കുമാർ KB എന്നിവർ സംസാരിച്ചു. നാട്ടുകാരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളുമടക്കം 100ഓളം പേർ രക്തദാനത്തിൽ പങ്കാളികളായി. വളണ്ടിയർ ലീഡർമാരായ കൃഷ്ണജ K, അഭിനവ് T, നവനീത് PB, അമൃത ജയപ്രകാശ്, ആദിത്യ VK, അജയ് കൃഷ്ണ എന്നിവർ നേതൃത്വം നൽകി. മുതുതല പഞ്ചായത്ത് തല വിദ്യാരംഗം സർഗോത്സവം പെരുമുടിയൂർ ALP സ്കൂളിൽ നടന്നു. സാഹിത്യകാരൻ ആര്യൻ കണ്ണനൂർ സർഗോത്സവം ഉദ്ഘാടനം ചെയ്തു. വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ആഭിമുഖ്യത്തിലാണ് മുതുതല പഞ്ചായത്ത് തല സർഗോത്സവം പെരുമുടിയൂർ ALP സ്കൂൾ വെച്ച് നടത്തിയത്. സാഹിത്യകാരൻ T. ആര്യൻ കണ്ണനൂർ സർഗോത്സവം ഉദ്ഘാടനം ചെയ്തു. സന്തോഷമായിരുന്നാൽ സത്യമായിരുന്നാൽ സന്തോഷമായിരുന്നാൽ കയ്യടി. ഇതാണ് താളം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൂടല്ല. അപ്പൊ കയ്യടി നോക്കാം. സന്തോഷമായിരുന്നാൽ സത്യമായിരുന്നാൽ സന്തോഷമായിരുന്നാൽ കയ്യടി. സന്തോഷമായിരുന്നാൽ സത്യമായിരുന്നാൽ സന്തോഷമായിരുന്നാൽ വെൽഞ്ഞൊടി. സന്തോഷമായിരുന്നാൽ സത്യമായിരുന്നാൽ സന്തോഷമായിരുന്നാൽ കവിളടി. മുതുതല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് C. മുകേഷ് അധ്യക്ഷനായിരുന്നു. പ്രധാനാധ്യാപിക BK പ്രസന്ന, തളം പരമേശ്വരൻ, സബിത, നിത വിനോദ്, ബിന്ദു, ദേവദാസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ക്ലാസുകൾക്ക് M. രഘുനാഥ്, ആബിദ് മംഗലം, ശ്രീനി ചെറുക്കാട്ടുമന, N. മണിലാൽ എന്നിവർ നേതൃത്വം നൽകി. അമ്മായി ദോശ അപ്പൊ അമ്മായിയോട് കുറയ്ക്കാൻ ചോദിച്ചു, ദോശയ്ക്കോ പുട്ടാണ് എണ്ണയില്ലാത്തോണ്ടേ പുട്ടാണ്. അപ്പൊ കുറയ്ക്കാൻ അടുത്തിരുന്നിട്ട് അമ്മായിയെ ചോദിച്ചു. ഓക്കെ, അപ്പൊ പറഞ്ഞു എന്താടാ പറയാൻ? അമ്മായിയെ ചോദിച്ചു. ഇപ്പൊ എന്താ ചോദിച്ചാ
ഞാനേ ഈ ദോശ ഉണ്ടാക്കണത് ഇങ്ങനെ എണ്ണ ഇല്ലാത്തോണ്ടാണ് ദോശ പൊട്ടണ്ട. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കൂറ്റനാട് യൂണിറ്റ് സമ്മേളനം നടന്നു. കൂറ്റനാട് പ്രസ് ക്ലബ് ഹാളിൽ നടന്ന പരിപാടി മേഖലാ പ്രസിഡന്റ് ഷംനാദ് കൂറ്റനാട് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ബിനു അധ്യക്ഷനായി. മുദ്ര ഗോപി മുഖ്യപ്രഭാഷണം നടത്തി. രഞ്ജിത്ത് മണ്ണിൽ, രേവതി വേണു, ജിഷ്ണു, ബാബു, സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന തലത്തിൽ നിന്നും ജില്ലാ തലത്തിൽ നിന്നും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സാന്ത്വനം, ഇൻഷുറൻസ് പോലുള്ള പദ്ധതികൾ എല്ലാം വളരെ ഗംഭീരമായിട്ട് തന്നെ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ നിന്നുകൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു 32 പേരുള്ള യൂണിറ്റിൽ നിന്ന് 14ഓളം യൂണിറ്റ് അംഗങ്ങൾ മാത്രമാണ് നമ്മുടെ കൂറ്റനാട് യൂണിറ്റിൽ സാന്ത്വനവുമായി ബന്ധപ്പെട്ട് ആ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളൂ. എന്തായാലും അതിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രവർത്തന രീതികളെക്കുറിച്ചും എല്ലാം വളരെ വ്യക്തമായിട്ട് തന്നെ എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ പട്ടാമ്പി നഗരസഭയിൽ ഹരിത കർമ്മസേന, ശുചിത്വ തൊഴിലാളി അംഗങ്ങൾ എന്നിവരുടെ സംഗമം സംഘടിപ്പിച്ചു. ഹരിതാരവം എന്ന പേരിലായിരുന്നു സംഗമം ഒരുക്കിയത്. കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് IEC പ്രവർത്തനങ്ങളുടെ ഭാഗമായി മാലിന്യ സംസ്കരണ രംഗത്ത് പ്രവർത്തിക്കുന്ന ഹരിതകർമ്മസേന, ശുചിത്വ തൊഴിലാളി അംഗങ്ങൾ എന്നിവരുടെ സംഗമം പട്ടാമ്പി നഗരസഭയിൽ സംഘടിപ്പിച്ചത്. ഹരിതാരവം എന്ന പേരിലായിരുന്നു സംഗമം ഒരുക്കിയത്. നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി സംഗമം ഉദ്ഘാടനം ചെയ്തു. 5 വർഷക്കാലം മുന്നേ എങ്ങനെയായിരുന്നോ പട്ടാമ്പി ടൗൺ ഉണ്ടായിരുന്നത്, ഇന്ന് എങ്ങനെയാണ് എന്നത് പ്രകടമായ മാറ്റം അല്ലെ. നമുക്ക് SB ആയിരം മുമ്പിലൊക്കെ ഒരു 3 മണിയാകുമ്പോഴത്തേക്ക് തന്നെ അതിൽ നടക്കാൻ പറ്റാത്ത രീതിയിൽ മാലിന്യം കുമിഞ്ഞു കൂടിയിരുന്നു. ഇന്ന് നമുക്ക് പട്ടാമ്പി ടൗണ് എന്ന് പറയുന്നത് അത്തരത്തിലൊരു മാലിന്യ കൂമ്പാരം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ടൗൺ മേഖല മാത്രമല്ല, നമ്മുടെ ഉൾപ്രദേശങ്ങളിലടക്കം നമ്മൾ CCTV അടക്കം വെച്ചുകൊണ്ട് മാലിന്യം തള്ളുന്നതിനെതിരെ നമ്മൾ നല്ല നടപടി സ്വീകരിച്ചു വരികയാണ്. അതേപോലെ തന്നെ നമ്മൾ റോഡ് സൈഡിലൊക്കെ കുപ്പികൾ ഇടാൻ വേണ്ടി അതിനുള്ള സജ്ജീകരണം ഒരുക്കുന്നു, വേസ്റ്റ് ഇടാൻ വേണ്ടി സൗകര്യങ്ങൾ ഒരുക്കുന്നു. എല്ലാം നല്ല രീതിയിൽ നടത്തിയതിന്റെ ഭാഗമായി തന്നെയാണ് നമുക്ക് ഇത്തരം നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഈ അവസരത്തിൽ ഹരിതകർമ്മസേന അംഗങ്ങളെയും അതോടൊപ്പം തന്നെ ശുചീകരണ തൊഴിലാളികളെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ആദരവ് തന്നെയാണ് ഇന്ന് നിങ്ങൾക്ക് നൽകുന്നത്. നഗരസഭ സൂചിപ്പിക്കേണ്ടത് നിങ്ങളുടെ പ്രവർത്തനം ഇനി അങ്ങോട്ടും നല്ല രീതിയിലായിരിക്കണം. നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്കുണ്ടായിരുന്ന വേതനം എന്ന് പറയുന്നത് മുൻകാലങ്ങളിൽ എത്രത്തോളം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അറിയാം അല്ലെ. അതും കൂടി വർദ്ധിക്കാൻ പോവുകയാണ്, ഇനിയും വർദ്ധിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളിൽ നിന്ന് ഭാഗത്തുള്ള സഹകരണം കൂടി. വൈസ് ചെയർമാൻ TP ഷാജി അധ്യക്ഷനായിരുന്നു. സ്ഥിരസമിതി അധ്യക്ഷൻ P വിജയകുമാർ, N രാജൻ, കവിത, ആനന്ദവല്ലി, കൗൺസിലർമാരായ C സംഗീത, KC ദീപ, M ശ്രീനിവാസൻ, റഷീദ മുഹമ്മദ് കുട്ടി, ക്ലീൻ സിറ്റി മാനേജർ PV സുബ്രഹ്മണ്യൻ, M സ്വാമിനാഥൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.